നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. റവാഡ ചന്ദ്രശേഖർ എന്ന സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേൽക്കും. ADGP H വെങ്കടേഷ് പുതിയ DGPക്ക് ബാറ്റൺ കൈമാറും. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേറ്റു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ADGP H വെങ്കടേഷ് പുതിയ DGPക്ക് ബാറ്റൺ കൈമാറി. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നു. ബിനോയ്, സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേറ്റിരിക്കുകയാണ്. ADGP H വെങ്കടേഷ് പുതിയ DGPക്ക് ബാറ്റൺ കൈമാറി. വിവാദങ്ങൾക്കൊടുവിലാണ് സ്ഥാനമേറ്റിരിക്കുന്നത്. ബുധനാഴ്ചയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നത്തേക്ക് ആണ് സ്ഥാനപദവി ഏൽക്കാനുള്ള ദിവസം മാറ്റിയത്. ഇതിനുശേഷം കണ്ണൂരിലാണ് പോകുന്നത്. വിശദാംശങ്ങൾ. ഇന്ന് വെളുപ്പിനാണ് പുതിയ പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്.
അദ്ദേഹത്തിനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിച്ചു. രാവിലെ കൃത്യം 7 മണിയോടെ തന്നെ അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നലെ താൽക്കാലിക ചുമതല ഏറ്റെടുത്ത എച്ച് വെങ്കടേഷിന്റെ കയ്യിൽ നിന്നുമാണ് അദ്ദേഹം ബാറ്റൺ സ്വീകരിച്ച് അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസുകാരുടെ സ്മൃതിഭൂമിയിൽ അദ്ദേഹം എത്തി പുഷ്പചക്രം സമർപ്പിക്കും. അതിനുശേഷം അദ്ദേഹം പരേഡ് സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ പരിപാടികൾ. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് പോകുന്നത്. നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മേഖലാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴത്തെ ജില്ലാതല മേഖലാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ DGP ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് നേരെ കണ്ണൂരിലേക്ക് പോകുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചതും കണ്ണൂരിൽ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ തുടങ്ങുന്നതും കണ്ണൂരിൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്നലെയാണ് പഴയ പോലീസ് മേധാവിയായ ശ്രീ ദർബേഷ് സാഹിബ് സേവനത്തിൽ നിന്നും വിരമിച്ചത്. തുടർന്ന് എച്ച് വെങ്കടേഷ് താൽക്കാലിക ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. നിലവിൽ ഇന്ന് രാവിലെ അദ്ദേഹം 7 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തെത്തി അദ്ദേഹം പോലീസ് മേധാവിയുടെ ചുമതല തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പുഷ്പചക്രം അർപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് മേധാവി വരുന്നതിനായി കാത്തു നിൽക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരാണ്. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോലീസ് ആസ്ഥാനത്ത് രാവിലെ മുതൽ തന്നെ ചേർന്നിരുന്നു. അല്പസമയം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായ അതായത് MR അജിത് കുമാർ, ഒപ്പം നിലവിൽ അദ്ദേഹത്തിന് ബാറ്റൺ കൈമാറിയ എച്ച് വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനുശേഷം ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം താഴേക്കെത്തും. അതിനുശേഷം പോലീസ് സേനയുടെ അഭിവാദ്യം സ്വീകരിക്കും. ഒപ്പം പോലീസ് സ്മൃതിഭൂമിയിൽ അദ്ദേഹം പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് തിരുവനന്തപുരത്തെ പരിപാടികൾ. ചിലപ്പോൾ ഒരു പക്ഷേ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു കൃത്യമായ വിവരം അദ്ദേഹം നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഒരു പക്ഷേ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത അദ്ദേഹം അറിയിച്ചിരുന്നു. 1991 IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അന്ന് അതിനുശേഷം അദ്ദേഹം 1994 ASP ആയിട്ട് ഈ കണ്ണൂരിലേക്ക് എത്തുന്നു. അവിടെ വെച്ചാണ് കൂത്തുപറമ്പ് പ്രശ്നം സമരമുണ്ടാകുന്നതും 5 DYFI പ്രവർത്തകർക്ക് പോലീസിന്റെ വെടിയേറ്റ് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അത് വലിയ തരത്തിലുള്ള വിവാദമായി മാറിയിരുന്നു. പ്രത്യേകിച്ചും രവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് അത്തരത്തിൽ ഒരു പ്രകോപനത്തിന് അല്ലെങ്കിൽ വെടിവയ്പ്പിലേക്ക് കാര്യങ്ങൾ തള്ളി നീക്കിയ തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. അതിന് തെളിവായിട്ടായിരുന്നു ഇന്നലെ തന്നെ മുതിർന്ന CPIM നേതാക്കൾ P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോഴും ഇത്തരം കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി പറയുകയും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകേണ്ടത് സർക്കാരാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞ് മാറുകയും ചെയ്തു. ഇങ്ങനെ തന്നെയാണ് കണ്ണൂരിലെ പാർട്ടിയുടെ ഒരു രീതി. പ്രത്യേകിച്ചും അവരുടെ ഏറ്റവും മാനസികമായി മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു കൂത്തുപറമ്പിലെ വെടിവെപ്പും ഒപ്പം 5 DYFI പ്രവർത്തകരുടെ ജീവൻ നഷ്ടമായതും അവസാനം ഈ സമീപകാലത്ത് മരിച്ച പുഷ്പൻ അധിക നാൾ കിടപ്പിലായതുമൊക്കെ ഈ സംഭവങ്ങൾ ഒരിക്കൽ പോലും അവര് മറക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോടുള്ള ഒരു വിയോജിപ്പ് എന്ന നിലയിൽ മുതിർന്ന നേതാവ് കൂടിയായ SP ജയരാജൻ ഇന്നലെ അറിയിച്ചത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് മേധാവി പോലീസ് ആസ്ഥാനത്ത് നിന്നും പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേരും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് IPSലെ IG മുതൽ DIG മുതൽ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വരവിനായി കാത്ത് നിൽക്കുകയാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി അദ്ദേഹം നേരെ പോകുന്നത് പോലീസ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒപ്പം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചു പോകുന്നത് MR അജിത് കുമാർ DGP, ഒപ്പം S ശ്രീജിത്ത്, അതുകൂടാതെ ഇന്ന് ചുമതല കൈമാറിയ H വെങ്കടേഷ്. ഇത്രയും പേരാണ് അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ ഈ പുഷ്പചക്രം സമർപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്മൃതി മണ്ഡപത്തിന്റെ ഭാഗത്തേക്ക് നടന്ന് പോയിക്കൊണ്ട് ഇരിക്കുന്നത്. ഈ ചടങ്ങിന് ശേഷം അദ്ദേഹം അഭിവാദ്യം സ്വീകരിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് ബുധനാഴ്ച അദ്ദേഹം തലസ്ഥാനത്തെത്തി ചുമതലയേൽക്കും എന്നായിരുന്നു. എന്നാൽ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായി. കാരണം നിലവിൽ
സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ തന്നെ എത്തുകയായിരുന്നു. അദ്ദേഹം ഈ സ്മൃതി മണ്ഡപത്തിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ADGP MR രാജ്കുമാർ, ADGP ശ്രീ തുടങ്ങിയവരൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം നടന്ന് ആ സ്മൃതി മണ്ഡപത്തിന് സമീപത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലയേറ്റാൽ ശേഷം ഈ പോലീസ് സേനയിൽ ജോലിക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ പോലീസ് സേന അംഗങ്ങളുടെ സ്മൃതി മണ്ഡപത്തിന് ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന സ്മൃതി മണ്ഡപത്തിന് മുന്നിലെത്തി പുഷ്പചക്രം സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട്. നിലവിൽ ഇപ്പോൾ അദ്ദേഹം പരേഡ് എത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള അഭിവാദ്യം സ്വീകരിക്കുന്നത് ആണ് ദൃശ്യങ്ങളിലുള്ളത്. ഈ അഭിവാദ്യം സ്വീകരിച്ച് പുഷ്പചക്രം സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒരു അരമണിക്കൂറോളം സമയം പോലീസ് ആസ്ഥാനത്തിന് തങ്ങും. അതിനുശേഷം നേരെ കണ്ണൂരിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ IB വിഭാഗത്തിൽ, ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗത്തിലെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു റവട ചന്ദ്രശേഖർ. അദ്ദേഹം ദീർഘനാളായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് തന്നെയുള്ള പോലീസ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയും അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റവാഡ ചന്ദ്രശേഖർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുടെ ഒരു ചുരുക്കപ്പട്ടിക UPSC തയ്യാറാക്കിയത് ഏറെ ചർച്ചകൾക്കൊടുവിലാണ്. നിലവിൽ റവാഡ ചന്ദ്രശേഖർ എന്ന ചുമതലയേറ്റിരിക്കുകയാണ്. തത്സമയം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനോയ്ക്ക് തുടരാം. ഇന്നലെയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ശ്രീ ദർബേഷ് സാഹിബ് ഒഴിഞ്ഞത്. അയാളുടെ സേവന കാലാവധി പൂർത്തിയായി മടങ്ങിയത്. അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ അല്പസമയത്തേക്കാണെങ്കിൽ പോലും പുതിയ മേധാവിയുടെ ചുമതല ഇപ്പോഴത്തെ വെങ്കടേഷ്, അദ്ദേഹം ആണിപ്പോ ADGP ലോ ആൻഡ് ഓർഡർ അദ്ദേഹത്തിന് കൈമാറിയിരുന്നു. ഇന്ന് രാവിലെ തന്നെ വെളുപ്പിന് തന്നെ റവാഡ ചന്ദ്രശേഖറിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ഒരു സ്വീകരണമാണ് IPS ഉദ്യോഗസ്ഥർ ചേർന്ന് നൽകിയത്. അതിനുശേഷം അദ്ദേഹം ആസ്ഥാനത്തെത്തി ഇപ്പോൾ അത് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വെങ്കടേഷ്, അദ്ദേഹം നേരത്തെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന പോലീസ് മേധാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇപ്പോൾ അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ള ഈ ചടങ്ങുകൾ, ഏകദേശം പ്രധാന ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായി നമുക്ക് പറയാൻ കഴിയും. ഇതിനുശേഷം അദ്ദേഹം നേരെ കണ്ണൂരിലേക്ക് മടങ്ങും. ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങൾ കാണാൻ പോകുന്നത് പോലീസ് സേന അംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. അവർ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹം ആസ്ഥാനത്ത് തന്നെയുള്ള ഓഫീസിലേക്ക് IPS ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താനും ചർച്ച നടത്താനുമുള്ള സാധ്യതയുണ്ട്. എന്തായാലും ചുരുങ്ങിയ സമയം മാത്രമായിരിക്കും അദ്ദേഹം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് കഴിച്ചുകൂട്ടുക. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും. മുഖ്യമന്ത്രിയുടെ തന്നെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും അദ്ദേഹം അവിടേക്ക് പോവുക. ഇപ്പോൾ അദ്ദേഹം പോലീസ് സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണറാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇത് സാധാരണ ഇത് ഒരു ചടങ്ങാണ്. കാരണം ആസ്ഥാനത്തെത്തി അദ്ദേഹം ഇതുപോലെ തന്നെ ചുമതലയേറ്റ് കഴിഞ്ഞാൽ താഴെ എത്തി പോലീസ് സേനാംഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കും. Visual Guard ready for inspection, sir.
സംസ്ഥാന പോലീസ് മേധാവിയായി തിരഞ്ഞെടുക്കുന്ന പരിപാടികളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രത്തിൽ നിന്നെത്തി കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്ന ആളെന്ന പ്രത്യേകതയും റവാഡയുടെ നിയമനത്തിലുണ്ട്. നക്സൽ ഓപ്പറേഷൻ ഉൾപ്പെടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ പ്രധാന മേഖലകളിൽ തന്റെ കൈമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് റവാഡ. ചുമതലയേറ്റതിനു ശേഷം റവാഡ കണ്ണൂരിലേക്കാണ്. മുഖ്യമന്ത്രിയുമായി യോഗത്തിൽ പങ്കെടുക്കാനാണ് തീരുമാനം. ബുധനാഴ്ചയായിരുന്നു ആദ്യം സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേൽക്കാൻ തീരുമാനിച്ചത്. അതാണ് ഇന്നത്തേക്ക് മാറ്റിയത്. Special guard! Dismiss! ആന്ധ്ര വെസ്റ്റ് ഗോദാവരി ജില്ലയിലാണ് റവാഡ ചന്ദ്രശേഖറിന്റെ സ്വദേശം. അവിടെ എന്ന കാർഷിക തറവാട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അതോടൊപ്പം ബിനോയുണ്ട്. മൂന്ന് ചുരുക്കപ്പട്ടികയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ഇന്ന് ചുമതലയേറ്റിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് UPSC അന്തിമ ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് കൈമാറിയത്. അതിൽ 3 IPS ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളാണ് ഉണ്ടായിരുന്നത്. മൊത്തം 6 പേരുടെ പേര് നൽകിയിരുന്നെങ്കിലും 2 പേരുകൾ അവർ പരിഗണിച്ചില്ല UPSC. പകരം 4 പേരുകളായിരുന്നു അവരുടെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ആദ്യത്തെ 3 പേരുകൾ സ്വീകരിച്ചുകൊണ്ട് പട്ടിക തയ്യാറാക്കി UPSC സംസ്ഥാന സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. അതിൽ നിതിൻ അഗർവാൾ അതിൽ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ, 2ാം സ്ഥാനക്കാരൻ ആയിരുന്നു റവാഡ ചന്ദ്രശേഖർ, 3ാം സ്ഥാനം യോഗേഷ് ഗുപ്ത. ഇതിൽ ഇപ്പോൾ ചുമതലയേൽക്കുന്ന റവാഡ ചന്ദ്രശേഖറിന് ഈ മാസം 2026 ഓഗസ്റ്റ് മാസം വരെയാണ് സേവന കാലാവധി ഉള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യം സുപ്രീം കോടതി വിധിയും അനുസരിച്ച് അദ്ദേഹത്തിന് 1 വർഷം കൂടി തുടരാനുള്ള അവസരം ലഭിക്കും. അത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിച്ച് അതിനൊരു അനുമതി നൽകേണ്ടത്. അത്തരത്തിൽ ഒരു അനുമതി സ്വാഭാവികമായി നൽകുന്ന പതിവ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു 2027 ജൂലൈ വരെ അദ്ദേഹം തുടരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ യോഗേഷ് ഗുപ്ത സ്ഥാനക്കയറ്റം ലഭിക്കാത്ത സാഹചര്യത്തിൽ ADGP MR അജിത് കുമാറിന് ഇനി DGP ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ ഒരുപക്ഷെ മനോജ് എബ്രഹാം IPS അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയായി എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അത് അതിനെല്ലാം വ്യത്യസ്തമായി സാധാരണഗതിയിൽ UPSC നൽകുന്ന ലിസ്റ്റിൽ നല്ലാതെ പുറത്തു നിന്ന് ആരെയും തന്നെ എടുക്കാൻ കഴിയില്ല. അതാണ് സുപ്രീം കോടതിയുടെ തീരുമാനവും ആ നയവും അങ്ങനെ തന്നെയാണ്. ആ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ റവാഡ ചന്ദ്രശേഖറിന്റെ പേര് സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ എത്തിയതും. മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഏകദേശം 10 വർഷത്തോളം അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്ത ആൾ കൂടിയാണ്. അങ്ങനെയുള്ളൊരു ബന്ധം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ DGPയുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതലയായി അദ്ദേഹം എത്തുമ്പോഴുള്ള ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത ഒരുപക്ഷെ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നന്നായി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനും ഉണ്ട്. ഇനി ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തപ്പെടുന്ന പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഇനി പോലീസ് മേധാവിയുടെ മുന്നിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് അത് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ അവസാന വർഷം കൂടിയാണ്. ഇനി
രണ്ട് തവണ സംസ്ഥാനം ഭരിച്ച സർക്കാരിന്റെ അവസാന വർഷത്തിലൂടെ കടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയായി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട്. കാരണം സംസ്ഥാന സർക്കാരുമായി ചില കാര്യങ്ങൾ, അതായത് ആദ്യം 1994 സംഭവത്തിന് ശേഷം സംസ്ഥാന സർക്കാരുമായി വലിയ തരത്തിലുള്ള അടുപ്പം കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. നേതാക്കന്മാരുമായിട്ട് ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ യോഗത്തിന്, പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ തീരുമാനിച്ച മുതൽ തന്നെ അദ്ദേഹം സന്തോഷം പങ്കുവച്ചു. അദ്ദേഹത്തിന് വലിയ കേരളത്തിലെത്താനും കേരള പോലീസിന്റെ മേധാവിയെ തുടരുന്നതിനും വലിയ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അപ്പൊ ഈ 3 പേരും, അതായത് ഈ ആദ്യ പട്ടികയിലുണ്ടായിരുന്ന 3 പേർക്കും സംസ്ഥാന പോലീസ് മേധാവിയാകുന്നതിനുള്ള താല്പര്യം അവർ അറിയിച്ച് സമ്മതപത്രം നൽകിയവരായിരുന്നു. എന്നാൽ സംസ്ഥാന പോലീസിന്റെ മേധാവി സ്ഥാനത്തേക്ക് മനോജ് എബ്രഹാം IPS കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹവും. എന്നാൽ അത് നടന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടും ഇല്ല. എന്തായാലും ഇപ്പോൾ കാര്യമായ പരിപാടികളൊന്നും തന്നെ പോലീസ് ആസ്ഥാനത്തില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും. മുഖ്യമന്ത്രി കണ്ണൂരാണുള്ളത്. അദ്ദേഹത്തിന്റെ സേവന കാലാവധി തുടങ്ങിയതും ഈ പോലീസ് സേനയിൽ ഒരു ചുമതലയുള്ള ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് കണ്ണൂരിലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സംസ്ഥാന പോലീസ് മേധാവിയായതിനു ശേഷവും അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ജീവിതം ആരംഭിക്കാൻ പോകുന്നതും കണ്ണൂരിൽ നിന്ന് തന്നെയായിരിക്കും. കാരണം സംസ്ഥാന സർക്കാരിന്റെ മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത് കണ്ണൂരിൽ മേഖലാ സമ്മേളനമാണ്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ നയപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പോലീസിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് അവിടെ കണ്ണൂരിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പങ്കെടുക്കുന്നതിനുവേണ്ടി അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് പോകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിനു മുമ്പാണ് അദ്ദേഹം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. നമുക്കറിയാം, തലശ്ശേരി ASP ആയാണ് റവാഡയുടെ തുടക്കം. കൂത്തുപറമ്പ് വെടിവയ്പ്പിലടക്കം വീഴ്ചയുണ്ടായെന്ന പേരിൽ അന്നത്തെ ഇടത് സർക്കാർ റവാഡയെ പ്രതിയാക്കി കേസെടുത്തിരുന്നു. പിന്നീട് 2012 ഹൈക്കോടതി ആ കേസ് ഒഴിവാക്കിയത്. ഇതെല്ലാം കാരണം CPIM-നൊരു വിമുഖതയുണ്ടായി എന്ന് പറയാം. പക്ഷേ നിർണായക സ്ഥാനത്ത് എത്താൻ അത് തടസ്സമായില്ല എന്ന് പറയാമല്ലേ? തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ ഒരു പോലീസിംഗ് രീതി, അതാണ് അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേക കഴിവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. നിലവിൽ പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ, അതായത് ഉന്നത IPS ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന്റെ മുറിയിൽ പരിചയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന സമയമാണ്. എല്ലാവരും പരിചയപ്പെടും. അതിനുശേഷം അദ്ദേഹം അല്പസമയത്തിൽ തന്നെ കണ്ണൂരിലേക്ക് മടങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ ഉയർന്ന തസ്തികയിലുള്ള MR അജിത് കുമാർ, ഒപ്പം IPS, അതുകൂടാതെ ശ്രീ തുടങ്ങിയവരൊക്കെ തന്നെ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ, അതായത് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചോദിച്ച് അറിയുകയും ചെയ്യുന്ന ഒരു പക്ഷേ അദ്ദേഹം ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ മാധ്യമങ്ങൾ കാണാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റിരിക്കുകയാണ്. പോലീസ് ആസ്ഥാനത്തെത്തിയാണ് റവാഡ ചുമതലയേറ്റത്. ADGP H വെങ്കടേഷ് പുതിയ DGPക്ക് ബാറ്റൺ കൈമാറി. ആദ്യ ഔദ്യോഗിക പരിപാടി ഇനി കണ്ണൂരിലാണ്. ഇതിനുശേഷം നേരെ അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിക്കും. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ആണ് ആദ്യത്തെ തീരുമാനം. കണ്ണൂരിൽ നിന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കവും. ഇതാ ADGP പദവിയിലെത്തിയതിനു ശേഷവും അദ്ദേഹം കണ്ണൂരിലേക്ക് തന്നെയാണ് ആദ്യം പുറപ്പെടാൻ ഒരുങ്ങുന്നത്. ബുധനാഴ്ചയായിരുന്നു ആദ്യം പരിപാടി പദ്ധതിയിട്ടിരുന്നത്. പിന്നീടാണ് ഇന്നത്തേക്ക് അത് മാറ്റിയത്. പ്രേക്ഷകർ തത്സമയം ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ബിനോയും ഉണ്ട് കൂടെ. സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. പോലീസ് ആസ്ഥാനത്തെത്തിയാണ് റവാഡ ചുമതലയേറ്റത്. ADGP H വെങ്കടേഷ് പുതിയ DGPക്ക് ബാറ്റൺ കൈമാറിയ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർ കണ്ടു. വിശദവിവരങ്ങൾ നൽകിയത് D ബിനോയിയാണ്. ഇടവേള.